വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് നമുക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ. ഞാൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിലുള്ള A1 2 3 4 R1 2 ക്വസ്റ്റ്യനിൽ A തന്നിട്ടുണ്ടായിരുന്നത് 1 2 3 4 R 1 2 2 2 1 1 1 3 3 3 3 2. First part, domain and range. Domain 1 2 1 repeat ചെയ്യേണ്ട. X coordinate എടുക്കുക 4 3 1 2 3 4. Range y elements മാത്രം എടുക്കരുത്. 2 1 3 4 1 2 3. Second part is R is an equivalence relation. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ? ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയായിരിക്കണത്? റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് അല്ലേ? ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. ഇവിടെ എയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4. 1 1 2 2 3 3 4 4. റിഫ്ലെക്സീവ് ആണ്. ഇനി നമുക്കടുത്ത് സിമെട്രിക് ആണ് ചെക്ക് ചെയ്യുക. 1 2 2 1 ഇല്ല അല്ലേ? ഇപ്പോൾ സിമെട്രിക് അല്ലെങ്കിൽ ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കണ്ട. ഇത് മൂന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ഇക്വലൻസ് റിലേഷൻ ആകൂ. ബി പാർട്ടിൽ നമുക്ക് റീസൺ ഉണ്ട് എഴുതണം. ആദ്യം നോന്ന് എഴുതുക, പിന്നെ അതിൻ്റെ റീസൺ എഴുതുക. 1 2 എലമെൻറ്റ് ആർ ബട്ട് 2 1 not an element of R. Therefore R is not symmetric. അതുകൊണ്ടാണത് ഇക്വലൻസ് റിലേഷൻ അല്ല. Therefore R is not an equivalence relation. മുമ്പ് മോഡലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് സിമിലർ ആയിട്ടുള്ളത്, പക്ഷെ അവിടെ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതല്ല, അതുകൊണ്ടാണ്. R is equal to, ഇവിടെ ഓഡിറ്റ് വന്നിട്ടുണ്ട് 1 3 1 1 2 2 3 3 3 1. Defined on set 1 2 3. First, show that R is an equivalence relation. ഇവിടെ നമുക്ക് ഷോ ദാറ്റ് R is an equivalence നോക്കാം. 1 2 3 every element is related to itself ആണോ ചെക്ക് ചെയ്യുക. 1 1 2 2 3 3. R is reflexive. 1 1 2 2 3 3. Element R. Therefore R is reflexive. സിമെട്രിക് ആണ് നോക്കാം. 1 3 ഇതിനകത്തുള്ള ഓർഡർ പെയർ വെച്ച് നോക്കുക. 1 3 3 1. ബാക്കിയെല്ലാം 1 1 തിരിച്ചാലും 1 1 തന്നെയാണ്. സെക്കൻഡ് 1 3 എലമെൻറ്റ് R 3 1 എലമെൻറ്റ് R. വേറെ ഒന്നും നമുക്കിവിടെ നോക്കാം. 3 1 തിരിച്ചാൽ 1 3 1 3 തിരിച്ചാൽ 3 1. Therefore R is symmetric. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. 1 3 ഈ നമ്പറിൽ തുടങ്ങുന്ന ഓർഡർ പെയർ ഏതുണ്ട്? 3 1 ഉണ്ട്, 3 3 ഉണ്ട്. നമുക്ക് രണ്ടും നോക്കാം. 1 3 എലമെൻറ്റ് R 3 1 എലമെൻറ്റ് R 1 1 എലമെൻറ്റ് R. ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. 1 3 3 1
element R implies 1 1 diamond അല്ലേ 1 1 element R. ഇനി നമുക്ക് 3 3 നോക്കാം. ഈ സെക്കൻഡ് ഡിജിറ്റിൽ തുടങ്ങുന്ന ഓർഡർ പെയർ ഏതെന്ന് നോക്കാം. 3യിൽ തുടങ്ങുന്നതുകൊണ്ട് 3 3 3 1 ഏത് വരണം 3 1 diamond. 1 1 1 3 1 3 എലമെന്റ് ഇവിടെ ഉണ്ടല്ലോ 1 1 1 3 1. Therefore R is transitive. Reflexive ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Therefore R is an equivalence relation. അതിനകത്തൊരു പാർട്ടോടുണ്ട്. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ ഇക്വലന്റ് ക്ലാസ്സസ്. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. ഫൈൻഡ് ദ ഇക്വലന്റ് ക്ലാസ്സസ്. നമുക്ക് 6 ഓർഡർ പെയർ തന്നിരുന്നല്ലോ. 1 3 1 1 2 2. ഇക്വലൻസ് ക്ലാസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ 1 സെറ്റ് 1 2 3 ആ 1 റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻസിൻ്റെ സെറ്റ് എഴുതുക. ഇവിടെ 1 3 ഉണ്ട്, 1 1 ഉണ്ട്. ഏതൊക്കെ നമ്പർ ഉണ്ട്? 1 1 3 2. ഓർഡർ പെയർ 2 2 മാത്രമേ ഉള്ളൂ. 2 1 3 ഉണ്ട്, 3 3 ഉണ്ട്. 3 റിലേറ്റഡ് ഏതൊക്കെയാണ്? ഇക്വലന്റ് ക്ലാസ് 1 3 സെയിം ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2. ഇവിടെ പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ എഴുതുക. സൈൻ 45. നിങ്ങളിവിടെ എഴുതുമ്പോൾ എപ്പോഴും റേഡിയൻ മെഷർ എഴുതുക. 1/√2. പ്രിൻസിപ്പൽ വാല്യൂ എന്ത് വരും? 1 π/4. സിമിലറായിട്ട് ചോദിക്കും. കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ്. അതിന് മൈനസ് ആണ് വരുന്നെങ്കിൽ ആദ്യം പൈ മൈനസ് എന്ന് എഴുതുക. 1/2 വരുന്ന ഏതാണ്? കോസ് 60. 60യുടെ റേഡിയൻ മെഷർ എത്രയാണ്? π/3. 3π - π. ടാൻ ഇൻവേഴ്സ് -1. സൈൻ ഇൻവേഴ്സ് കൊസീക്ക് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സിന് -1 മൈനസ് എഴുതുക. അക്യൂട്ട് 1 വരുന്നത് ഏതാണ്? 45 π/4. A matrix are 7 elements. Possible orders. നമുക്കറിയാം 7 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? പ്രൈം നമ്പർ. only 2 factors. 2 പോസിബിൾ ബേസ് ഏതൊക്കെയാണ്? ഓർഡേഴ്സ് 1/7 ആൻഡ് 7/1. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് ഡി ആണ്, 7/1. ഇതുപോലൊക്കെ 1 മാർക്കിന് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമിലർ മെട്രിക്സിൽ നിന്ന് ചോദിക്കാവുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, സിമിലറായിട്ടൊക്കെ ഉള്ള. If A is a skew symmetric matrix, if
A is a skew symmetric matrix. Then A dash is equal to dash. Minus A answer. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് 0 minus 1 2 1 x minus 2 6 minus 2 minus 6 0. A is a skew symmetric matrix. Find the value of x. A is a skew symmetric matrix. Find x. Skew symmetrical ഒരു പ്രത്യേകതയുണ്ട്. A dash is equal to minus a, അതൊരു പ്രോപ്പർട്ടി. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. x minus 2 x is equal to next test. ഇത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. തേർഡിൽ സെക്കൻഡ് കൺസ്ട്രക്ട് 2x2 മെട്രിക്സ്. 2x2 മെട്രിക്സിൽ എലിമെൻ്റ് എന്താ തന്നിരിക്കുന്നത്? Aij is equal to I plus j the whole square by 2. നമ്മളാദ്യം ജനറൽ ഫോം എഴുതുക. A11 A12 ഇവിടെ 2 ആണ്. A21 സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു 2x2 മെട്രിക്സ് ഉണ്ട്. A22 ഒന്ന് സ്റ്റോപ്പ് ആവും. ഒരു 2x3 മെട്രിക്സ് ആയിരുന്നു നമ്മൾ ജനറൽ ഫോം എങ്ങനെ എഴുതും? A11 A12 A13 2x3 ആണെങ്കിൽ A21 A22 A23. 2x3 മെട്രിക്സിൽ ഏതിൽ വന്ന് സ്റ്റോപ്പ് ആവും? A23. എന്നിട്ട് ഇവിടെ എന്താണോ കണ്ടീഷൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എലിമെൻറ്റ് ഫോം ചെയ്യും. 1 1 I1 J1 first I second D. 1 plus 1 2 2 square 4 4 by 2 2. I1 J2 1 plus 2 3 3 square 9 9 by 2. I2 J1 2 plus 1 3 3 square 9 by 2. 2 plus 2 4 4 square 16 16 by 2. d by dx of 2 raised to x. ഇവിടെ നമ്പർ റേസ് ടു എക്സ്. ഇപ്പോൾ എക്സ് റേസ് ടു 3 ആണ് നമുക്കറിയാം. 3x raised to 2 x raised to n nx raised to n minus 1. ഇവിടെ നമ്പർ റേസ് ടു എക്സ് ജനറൽ ഫോം എന്താ? a raised to x. ഇതാണ് ഫോം. a raised to x into log a. ഇവിടെ എക്ക് പോലെ എന്താണ്? 2 2 raised to x into log 2. In the second part, sin x plus cos y. Find dy by dx. ഇത് ഇംപ്ലിസിറ്റ് ഫോം ആണ് അല്ലേ? എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിനെ y is equal to ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ഓർക്കണം? ഇത് ഇംപ്ലിസിറ്റ് ആണ്. ഇംപ്ലിസിറ്റ് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റിംഗ് each term with respect to x. Differentiating each term with respect to x. Derivative of sin x. Cos y differentiate ചെയ്യുന്നത് minus sin y into derivative of y with respect to x. Chain rule is equal to the product rule. First into derivative of second plus second into d by dx of x 1. Second into derivative of first 1. നമുക്ക് dy by dx ഉള്ള ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. നമുക്കിത് മൈനസ് റൈറ്റ് സൈഡിൽ കൊണ്ട് ഈ y ലെഫ്റ്റിൽ കൊണ്ടുവരാം. cos x minus y dy by dx into ഇവിടെ x ഉണ്ട്. ഈ മൈനസ് സൈൻ y റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ്. സോ dy by dx equals
this divided by this cos x minus y by x plus sin y. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ചെറിയ ലോഗരിതമിക്കിൻ്റെയൊക്കെ ചോദിക്കാം ഇതേപോലെ. ഇത് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്. d/dx ഓഫ് log x ക്യൂബ്. log x റൈസ് ടു m എന്ന് പറഞ്ഞാൽ എന്താ? 1/m log x അല്ലേ. d/dx ഓഫ് 3 log x ഇങ്ങനെ എഴുതാം. ആൻസർ 3/x. y is equal to x raised to sin x, find dy/dx. ഇതെന്താ? ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യണം? ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. log y is equal to sin x into എക്സ്പൊണൻ്റ് എഴുതുക. ഈ ബേസിൻ്റെ കൂടെ നമ്മൾ ലോഗ് ചേർക്കുക. ദെൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. log y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? 1/y into dy/dx. Product rule. First into derivative of second plus second into derivative of first. dy/dx equals, okay, y cross multiply sin x by x plus log x cos x. നമുക്ക് തിരിച്ച് കൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? എക്സ് റൈസ് ടു സൈൻ എക്സ്. പിന്നെ ഡെറിവേറ്റീവിൽ 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. y is equal to e raised to log x, find dy/dx. e raised to log x എന്ന് പറഞ്ഞാൽ എന്താ? x. dy/dx 1. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇംപ്ലിസിറ്റി ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. √x plus √y is equal to √2, find dy/dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റിംഗ് 8 ഇട്ട് വിത്ത് റെസ്പെക്ട് ടു x. Derivative of √x 1/2 √x 1/2 √y into dy/dx. Derivative of any constant 0. 1/2 1/2 cancel ചെയ്യാം. 1/√y into dy/dx. So dy/dx equals minus √y by √x. ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Find the absolute maximum and minimum. f of x is equal to 2x square closed interval 1/5. Absolute maximum minimum നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം കാണുക. f dash x 2 into 2x. Derivative of 8x 8. Derivative of 5 0. x is equal to 4x is equal to 8. X is equal to 8/4. 2 lies in this interval between 1 and 5. First f of 1 this number, f of 2 പതി നമ്പർ ഇതിനകത്തിൻ്റെ ബിറ്റ്വീൻ 1 and 5 ആണ് ചെക്ക് ചെയ്യുക. f of 1 2 into 1 square 8 into 1 plus 5. 5 plus 2 7 minus 8. 2 2 into 4 8. 8 into 2 16 plus 5. 8 plus 5 13 minus 16. 5 into 5 25 into 2 50. 5 into 8 40 plus 5 50. 50.
അബ്സല്യൂട്ട് മാക്സിമം എത്രയാണ്? 15. അബ്സല്യൂട്ട് മിനിമം -30. നിങ്ങൾ ആൻസർ എടുത്തെഴുതും. അബ്സല്യൂട്ട് മാക്സിമം ഈസ് ഈക്വൽ ടു 15. അബ്സല്യൂട്ട് മിനിമം ഈസ് ഈക്വൽ ടു -3. Question number 6. Integral 0 to pi by 2. The definite integral property വെച്ചിട്ടുള്ളത് root sin x plus root cos x dx. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിന് അതിന് പേര് കൊടുക്കാം. അതിന് കൊടുക്കുക ഇക്വേഷൻ 1. ഇത് ക്വസ്റ്റ്യൻ കണ്ടുണ്ട്. ഇങ്ങനെ 1 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 0 to a f of x dx ഡാഷ്. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 1 മാർക്കിന് ചോദിച്ചിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താ? 0 to a f of a minus x dx. ഇതിന് പേര് കൊടുക്കുക. 0 to pi by 2 root sin pi by 2 minus x whole divided by sin pi by 2 minus x root cos pi by 2 minus x. നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്നത് I. 0 to pi by 2 sin 90 minus x എന്താ? cos x sin x. Adding 1 and 2. I plus I. 2y. Same limit, same denominator. അല്ലേ? I is equal to 0 to pi by 2 root sin x plus root cos x whole divided by root sin x plus root cos x dx. Cancelling the 1. 1 integrating x within the limit 0 to pi by 2. Pi by 2 minus 0 pi. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. -0 ആയതുകൊണ്ട് സോ I is equal to pi by 2 by 2. ഈ 2 കൂടി ഡിനോമിനേറ്റർ pi by 4. ഇവിടെ റൂട്ട് സൈൻ എക്സിന് വരുമ്പോൾ സൈൻ റൈസ് ടു 7x ബൈ കോസ് റൈസ് ടു 7x പ്ലസ് സൈൻ റൈസ് ടു 7x എല്ലാം ആൻസർ ഇതേപോലെ ചെയ്താൽ pi by 4. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതിന് മുമ്പ്. ഇൻ്റഗ്രൽ 0 to a. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. root x by root x plus root of a minus x dx. ഇതിന് നമുക്ക് ആദ്യം I കൊടുക്കുക. 0 to a. ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് എന്താണ്? a. റീപ്ലേസ് x by a minus x. a minus a minus x. a minus a minus x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x ആണ്. ഇത് I. Adding 1 and 2. 2i is equal to 0 to pi by 2. Same denominator. Cancelling 1 by 0 to a. Within the limit 0. 2i is equal to a, therefore I is equal to a by 2. Next ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. തുടർന്ന് സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.